ഇന്നലെ അന്തരിച്ച CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VV ദക്ഷിണാമൂർത്തിക്ക് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. മൃതദേഹം ഇപ്പോൾ CPIM പേരാമ്പ്ര ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം പാലേരിയിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നു. തത്സമയം സിജു പറയൂ. സുരത് കഴിഞ്ഞ ദിവസം അന്തരിച്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VV ദക്ഷിണാമൂർത്തിയുടെ ഭൗതിക ശരീരം ഇപ്പോൾ പാലേരിയിലെ വീട്ടിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 8:30 മുതൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് വിലാപയാത്രയാണ് ഭൗതിക ശരീരം ജന്മനാട്ടിലേക്ക് എത്തിക്കുന്നത്. അതിനിടയിൽ CPM പേരാമ്പ്ര ഏരിയ കമ്മിറ്റി ഓഫീസിലും അദ്ദേഹം ദീർഘകാലം ജോലി ചെയ്ത വടക്കുംപാട് ഹയർ സെക്കൻഡറി സ്കൂളും പൊതുദർശനത്തിന് വെച്ചിരുന്നു. ഈ രണ്ട് സ്ഥലങ്ങളിലും ആയിരക്കണക്കിന് ആളുകളാണ്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകളാണ് പ്രിയപ്പെട്ട നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവസാന നിമിഷം ഒഴുകിയെത്തിയത്. ഇന്ന് രാവിലെ മുതൽ ഓരോ സ്ഥലങ്ങളിലും നിരവധി സ്ഥലങ്ങളിൽ കൂടിയിരുന്ന പ്രവർത്തകരുടെ ആദരാഞ്ജലികൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് വിലാപയാത്ര കടന്നു വന്നത്. നമുക്കറിയാം, കോഴിക്കോട് ജില്ലയുമായി ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധമുള്ള ഒരു നേതാവ്, കോഴിക്കോട്ടെ ജനങ്ങളുമായി വളരെയധികം ഹൃദയബന്ധം സൂക്ഷിക്കുന്ന, ലാളിത്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവായിരുന്നു ദക്ഷിണാമൂർത്തി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞത് മുതൽ ഇരഞ്ഞിപ്പാലം സഹകരണ ആശുപത്രിയിലും 5 മണി മുതൽ രാവിലെ 8:30 വരെ പൊതുദർശനത്തിന് വെച്ച കോഴിക്കോട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസായ CH കണാരൻ സ്മാരക മന്ദിരത്തിലും ആയിരക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത്. അതോടൊപ്പം തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വിവിധ പ്രമുഖരായ ആളുകളും എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ CH കണാരൻ മന്ദിരത്തിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ റീത്ത് സമർപ്പിച്ചു. അതോടൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ മന്ത്രിസഭയിലെ പ്രമുഖരായ ആളുകളും വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കളും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. അല്പസമയങ്ങൾക്കകം പാലേരിയിലെ വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. ഏതാണ്ട് 2:30 കൂടി ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം നടക്കുന്നത്. സുരരാജ്. ശരി, സിജു കണ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.